നമസ്കാരം, ഞാൻ വേണു മഹാദേവ്. നമ്മൾ വ്യാഴമാറ്റമാണ് ഇന്ന് ചിന്തിക്കുന്നത്. മീനക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് മീനക്കൂറെന്ന് പറയുമ്പോൾ മീനക്കൂറ് ഏഴര ശനിയുള്ള സമയമാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഏഴര ശനിയിലെ ഏറ്റവും പീക്കായ ജന്മശനി നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ജന്മശനി അത്ര നല്ലതല്ല എന്നറിയാം. ശാരീരിക ക്ലേശം ഉണ്ടാക്കും. അതുപോലെ തന്നെ ആരോഗ്യ ശ്രദ്ധ വേണം. നമ്മൾ ചെറിയ ചെറിയ അസുഖങ്ങളെപ്പോലും അവഗണിക്കാതെ നല്ല ഗൗരവത്തോടെ ചികിത്സ തേടണം. ഇതെല്ലാം മീനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 4-ലേക്കാണ്. 4 പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രം എന്നേ പറയാൻ പറ്റുള്ളൂ. വലിയ ദോഷവും ചെയ്യില്ല, എന്ന ഗുണവും ചെയ്യില്ല. കുടുംബപരമായിട്ട് നമുക്ക് കുടുംബ പരദേവതാ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടനത്തിനും ദൈവിക കാര്യങ്ങൾ ചെയ്യാനുമൊക്കെയുള്ള ചില അവസരങ്ങൾ നമുക്ക് വന്നു ചേരും. അതെല്ലാം ഉപയോഗപ്പെടുത്തണം. ദൈവാധീനം വർദ്ധിപ്പിക്കണം. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കണ്ടകസ്ഥാനത്ത് കേതു കൂടെ നിൽക്കുന്ന സമയമാണ്. അതായത് ജാതകത്തിൽ ഇപ്പം ചാരവശാൽ പൊതുവിൽ അത്ര നല്ലതല്ല സമയം. എന്നാൽ വ്യാഴം 4 നിൽക്കുന്നതുകൊണ്ട് സപ്പോർട്ടീവാണ്. വലിയ ദോഷം ചെയ്യാതെ അദ്ദേഹം നമ്മളെ പിടിച്ചു നിർത്തും. അവിടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മൾ ധനം മുടക്കിയുള്ള പ്രധാന കാര്യങ്ങളൊന്നും അധികം വലിയ ധനം മുടക്കിയുള്ള ഒന്നും ചെയ്യരുത്. പുതിയ പദ്ധതികളൊന്നും ഉടനെ വേണ്ട. അതേസമയം കുടുംബത്തിന് നല്ലതാണ്. കാരണം വിവാഹം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിന് അനുകൂലമാണ്. ഭാര്യയായിട്ടോ നമ്മളെ ഇഷ്ടപ്പെട്ട ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പിണങ്ങിയിരിക്കണമെങ്കിൽ ആ പിണക്കമൊക്കെ തീർത്ത് സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു സൽബുദ്ധി അല്ലെങ്കിൽ തിരിച്ചറിവ് വരുന്നൊരു കാലമാണ്. അതായത് നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളിലും അത് ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല, നമ്മളെ കടുംപിടുത്തം ശരിയായിരുന്നില്ല എന്ന് തിരിച്ചറിവ് തോന്നിക്കുന്നൊരു കാലമാണ്. അപ്പോൾ അത് നമ്മൾ ബുദ്ധിയിൽ കൃത്യമായിട്ട് എടുത്തിട്ട് നമ്മൾ പിണക്കങ്ങളെല്ലാം അവസാനിപ്പിക്കുക. പിന്നെ ഭാര്യയായിട്ടായിരുന്നാലും കുടുംബക്കാരുമായിട്ടായാലും ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു സ്നേഹത്തിലും സൗഹൃദത്തിലും പോകാൻ ശ്രമിക്കുക. വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക. നമ്മൾ കുറച്ചൊരു എന്താ പറയുക, എല്ലാവരോടും ഒരു അവരെ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ക്ഷമിച്ചു കൊടുക്കുക. കാരണം നമ്മൾ മനുഷ്യരല്ലേ. നമ്മുടെ ജീവിതത്തിൽ വലിയ നല്ല ഭാഗ്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഭഗവാൻ തരുന്ന ചില പരീക്ഷണമാണ് ഈ സമയമെന്ന് കണക്കിലെടുക്കണം. അതിൻ്റെ കാരണം കോടതി കേസുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കാനും ഒരു നയപരമായിട്ട് അത് തീർക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം വരുന്ന സമയമാണ്. അപ്പോൾ അവിടെ നമ്മൾ കടുംപിടുത്തം പാടില്ല. അത് ഒത്തുതീർപ്പാക്കിയാൽ കളയണം. കാരണം നമ്മൾ ഈ തലവേദനകൾ വേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട്, അഗ്നി എന്ന് പറയുമ്പോൾ ഈ ഫാക്ടറി ജോലികൾ, കെമിക്കലുമായിട്ട്, അതുപോലെ തന്നെ വാഹനമായിട്ടൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന മെക്കാനിക് ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ അടുക്കളയിലോ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ അഗ്നിഭയം വരാവുന്ന സമയം. അഗ്നിഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതല്ല, ചെറിയ പൊള്ളലോ അല്ലെങ്കിൽ ചെറിയ മുറിവോ ചതവോ ഒക്കെ വരാൻ സാധ്യത. അവിടെ നമ്മൾ കുറച്ച് അതൊരു മനസ്സിൽ അങ്ങനെ നമ്മുടെ സമയം നന്നല്ല, ശ്രദ്ധ വേണമെന്ന് വെച്ചാൽ ധൃതി ഒഴിവാക്കുക, ക്ഷമ പാലിക്കുക. അതുപോലെ വീഴ്ചകൾ വരാതെ സൂക്ഷിക്കണം. നമ്മൾ ഈ പിന്നെ ഉയരത്ത് കയറുക, മരത്തിൽ കയറുക, ഇതൊന്നും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിയുന്നത്ര കുറച്ച് ധൃതി ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തികളെ ചെയ്യാവൂ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീഴ്ച, മുറിവ്, സർജറി ഇതെല്ലാം ഒഴിവായി കിട്ടും. വാഹനം കൈകാര്യം വളരെ ശ്രദ്ധ വേണം. കാരണം നമ്മൾ വളരെ ശ്രദ്ധിച്ച് മര്യാദയ്ക്ക് ഓടിച്ചാൽ പോലും മദ്യപിച്ച് അനാവശ്യമായി വണ്ടി ഓടിച്ച് വന്ന് നമ്മളെ വണ്ടിയിൽ തട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഓവർ സ്പീഡല്ല, കുറച്ച് ക്ഷമയാണെങ്കിൽ അങ്ങനെ ഒരു വണ്ടി വന്നാൽ നമ്മളങ്ങ് ബ്രേക്ക് ചെയ്ത് നിർത്തി അവർ വേറെ പോയി ഇടിച്ചോളുമല്ലോ. അപ്പോൾ ഈ തരത്തിൽ നമ്മളൊരു ക്ഷമയും സാഹസികത്വം പാടില്ല എന്നർത്ഥം. വളരെ സമയം ഇത്തിരി മോശമാണ്. അതിനനുസരിച്ച് നമ്മൾ ക്ഷമയും ഒരു നയവും പാലിക്കേണ്ട കാലഘട്ടമാണെന്നർത്ഥം. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. അവർ പോകുന്ന വഴികൾ അവരൊന്ന് വാച്ച് ചെയ്യണം. അവരെന്ത് ചെയ്യുന്നു, അവർ പഠിക്കുന്ന എങ്ങനെയുണ്ട്, ഏതൊക്കെ കൂട്ടുകാർ, ഇതൊക്കെ ശ്രദ്ധ വേണ്ട കാലമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഇഷ്ടപ്പെട്ടവരുമായിട്ട്, പ്രണയിനിയായിട്ട് അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുമായിട്ട്, അല്ലെങ്കിൽ വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പിണങ്ങാനും തെറ്റിദ്ധാരണകൾ വരാനുമൊക്കെ സാധ്യതയുണ്ട്. അത് ഉടനെ നമ്മളത് തിരുത്താനും അതിന് പോണ്ട. അത് തൽക്കാലം ഒരു പിണക്കമൊക്കെ എങ്ങനെ വന്നാൽ അത് മാറി വരും. തൽക്കാലം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക.
നമ്മൾ പിടിച്ച കാര്യമാണ് ശരിയെന്ന് കൺവിൻസ് ചെയ്യാൻ പോകാതിരുന്നാൽ മതി. നമ്മൾ കുറച്ചങ്ങ് വിട്ടുവീഴ്ച ചെയ്യുക. അങ്ങനെ വിട്ടുവീഴ്ചയും കുറച്ചൊരു ക്ഷമയും കൊണ്ട് ജീവിക്കേണ്ട കാലഘട്ടമാണ്. അതേസമയം നമ്മുടെ പൂർവികമായ സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടും. വിവാഹം നടക്കേണ്ടവർക്ക് വിവാഹം നടക്കും. അതുപോലെ തന്നെ വിവാഹം നേരത്തെ നിശ്ചയിച്ച് നീണ്ടുപോയതോ അല്ലെങ്കിൽ നേരത്തെ വിവാഹത്തിന് ആലോചിച്ച് വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞവർ വീണ്ടും വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വിവാഹാലോചനയ്ക്ക് മുന്നോട്ട് പോകാം, കുഴപ്പമില്ല, സമയം അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റിൽ ഇടപെടുന്നവർക്ക് അതിൽ നിന്ന് ചില ഗുണങ്ങൾ വരികയും സാമ്പത്തികമായിട്ട് നേട്ടം വരികയും ചെയ്യുന്ന സമയമാണ്. അങ്ങനെ മീനം കൂറുകാരെ സംബന്ധിച്ച് മീനക്കൂറെന്ന് പറയുമ്പം പോരിട്ടാതി, അവസാനത്തെ കാല് ഉത്രട്ടാതിയും രേവതിയും. സമയം ഏകദേശം ഒരു വളരെ മോശവുമല്ല എന്നാൽ അത്ര നല്ലതുമല്ല എന്ന് വിചാരിച്ചാൽ മതി. കുഴപ്പമില്ലാത്തൊരു സമയം. എന്നാൽ നമ്മൾ വളരെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന സമയമല്ല. ഒരു നയപരമായി നോർമലായിട്ട് ജീവിച്ചു പോകേണ്ട ഒരു കാലഘട്ടം എന്നൊരു ചിന്തയിൽ മുന്നോട്ട് പോയാൽ കുഴപ്പമൊന്നും വരില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ രാഹു കേതു മാറ്റവും കൂടെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു അനുകൂലാവസ്ഥ വരും. കേതുവിൻ്റെ മാറ്റം കുറച്ചുകൂടി നമുക്ക് കഷ്ടങ്ങൾ മാറ്റിത്തരും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യവും ഉണ്ടാകട്ടെ. വ്യാഴം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഈ വീഡിയോയുടെ ഏറ്റവും താഴെ എൻ്റെ ഫോൺ നമ്പറുണ്ട്, അത് വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ജാതകം അറിയേണ്ടി വരുമ്പോൾ, നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉപദേശം വേണ്ടി വരുമ്പോൾ, ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയോ എന്നെ വിളിക്കുകയോ ചെയ്തോളൂ. തീർച്ചയായിട്ടും സർവേശ്വരകാരകനായ വ്യാഴം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും നന്മയും വരട്ടെ. ഹരേ കൃഷ്ണ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ്. ഇനി അത് മിഥുനത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മെയ്യിൽ, അതായത് മാർച്ച് ലാസ്റ്റോടുകൂടി, മാർച്ച് 28 തീയതി കഴിഞ്ഞപ്പോൾ ശനി മാറിയതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ നമ്മളെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിൽ ശനിമാറ്റം കൊണ്ട് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വ്യാഴം മാറുന്നത് 2025 മെയ് 14 ഉദയാൽ 41 നാഴിക 14 വിനാഴിക ഉള്ളപ്പോഴാണ്. അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ പൊതുവിൽ ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് മിക്കവാറും ഓരോ ഗ്രഹമാറ്റത്തിന്, അതായത് ശനിമാറ്റമായിരുന്നാലും വ്യാഴമാറ്റമായിരുന്നാലും ഇനിയിപ്പോൾ ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ രാഹുകേതുക്കൾ മാറുന്നുണ്ട്. ഇവരെല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർ, ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും, ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു, വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും. അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച്, ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല. അവരുടെ ദശാപകാരങ്ങളും അതുകൊണ്ട് അവരുടെ പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം നല്ല പൊസിഷനിലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു, അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ശനി മാറി. ഇതൊന്നും ഒരു വലിയ പിന്നെ എന്താ പറയുക, ജീവിതത്തിൽ ഒരു വലിയ കടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നിലവിലുള്ള അവസ്ഥയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് തന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത്. അപ്പോൾ വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു നമ്മൾ നോക്കണം. അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടം കൂറ്. വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാർ മേടക്കൂറുകാരാണ്. കാരണം വ്യാഴം 3, 6, 8, 12 പിന്നെ പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 3ാം സ്ഥാനത്തേക്കാണ്. ഒപ്പം 7 ശനിയും കൂടിയുണ്ട്. അവർക്ക് 7 ശനിയെ പോലെ തന്നെ 12 സർപ്പനുമുള്ള സമയമാണ്. മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്ത് പറയാൻ, ഈ വ്യാഴമാറ്റം കൊണ്ട് 2ൽ നിന്ന് 3ലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ, അതായത് അശ്വതി, ഭരണി, കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കുന്നത്. ബാക്കി എല്ലാവർക്കും
അതായത് 5-9 ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും 11ലേക്ക് മാറുന്നവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരുന്നു. അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം. ഒരു ബ്രാഹ്മണ ഗ്രഹമാണ്. സർവേശ്വരകാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ്. സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയും തരുന്നത് വ്യാഴഗ്രഹമാണ്. കരിയർ വൈസ് ആയിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ്.